അമേരിക്കൻ സെനറ്റിൽ നടന്ന കനത്ത വാഗ്വാദങ്ങൾ ട്രംപ് ഭരണകൂടത്തിന്റെ പശ്ചിമേഷ്യൻ നയങ്ങളിലെ പാളിച്ചകളും ആശയക്കുഴപ്പങ്ങളും അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ്. സെനറ്റർ തമ്മി ഡൊക്കർത്തും മിഡിൽ ഈസ്റ്റിലെ US നാവികസേനാ നീക്കങ്ങളുടെ ചുമതലയുള്ള സെൻകോം മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പറും തമ്മിൽ നടന്ന കടുത്ത ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പെന്റഗണിനെയും വൈറ്റ് ഹൌസിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ തന്ത്രങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കാൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ലെന്ന സെനറ്ററുടെ കടുത്ത വിമർശനം വാഷിംഗ്ടണിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇറാനെതിരെ നിലവിൽ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്ന സൈനികവും നയതന്ത്രപരവുമായ നീക്കങ്ങളുടെ നിയമസാധുതയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് തമ്മി ഡക്വർത്ത് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. അമേരിക്ക ഇപ്പോൾ ഇറാനുമായി ഒരു ഔദ്യോഗിക യുദ്ധത്തിലാണോ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് അവർ അഡ്മിറലിനോട് ആവർത്തിച്ച് ചോദിച്ചു. ഹോർമസ് കടലിടുക്കിലും ഇറാന്റെ മറ്റ് തുറമുഖങ്ങളിലും അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന കർശനമായ നാവിക ഉപരോധങ്ങൾ അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു യുദ്ധപ്രഖ്യാപനമായി മാത്രമേ കാണാൻ സാധിക്കുന്നുവെന്ന് അവർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ കടുത്ത ചോദ്യങ്ങൾക്ക് മുൻപിൽ കൃത്യമായ ഒരു മറുപടി നൽകാൻ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ തയ്യാറായില്ല. നിലവിലെ സൈനിക നീക്കങ്ങൾക്ക് നിയമപരമായ ഒരു നിർവചനം നൽകാൻ തനിക്ക് സാധിക്കില്ലെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇത്തരം നിയമപരമായ വിലയിരുത്തലുകളും തീരുമാനങ്ങളും പെന്റഗണിലെ അഭിഭാഷകരിൽ നിന്നും വൈറ്റ് ഹൌസിൽ നിന്നുമാണ് വരേണ്ടതെന്ന നയതന്ത്രപരമായ മറുപടി നൽകി അദ്ദേഹം ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു. ഒരു സൈനിക കമാൻഡർ എന്ന നിലയിൽ തനിക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക മാത്രമാണ് തന്റെ ചുമതലയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ വിഷയത്തിൽ ട്രംപ് ഭരണകൂടം ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് തികച്ചും വിപരീതമായ സന്ദേശങ്ങളാണെന്ന് തമ്മി ഡക്വർത്ത് ആരോപിച്ചു. അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കാൻ വൈറ്റ് ഹൌസിന് ഇനിയും സാധിച്ചിട്ടില്ല. ഇറാന്റെ ഭരണമാറ്റമാണോ അതോ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക മാത്രമാണോ അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ പെന്റഗണിന് പോലും കൃത്യമായ ധാരണയില്ലെന്ന് സെനറ്ററുടെ വാക്കുകൾ അടിവരയിടുന്നു. ഒരു കൃത്യമായ തന്ത്രമോ ആസൂത്രണമോ ഇല്ലാതെയാണ് അമേരിക്ക ഈ വലിയ പ്രതിസന്ധിയെ നേരിടുന്നത് എന്ന ഗുരുതരമായ കുറ്റപ്പെടുത്തലാണ് സെനറ്റിൽ ഉയർന്നത്. വൻ ശക്തിയായ അമേരിക്ക ഒരു പ്ലാനുമില്ലാതെ മുന്നോട്ടു പോകുന്നത് മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷികളെ പോലും അപകടത്തിലാക്കും. ലക്ഷ്യബോധമില്ലാത്ത സൈനിക നീക്കങ്ങൾ ഒരുപക്ഷെ നിയന്ത്രണാതീതമായ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് അമേരിക്ക എത്തിച്ചേക്കാമെന്ന് ഡെമ്മി ഡൊക്കർത്ത് മുന്നറിയിപ്പ് നൽകി. സെനറ്റിലെ ഈ തർക്കം അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങൾക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതകളെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. വൈറ്റ് ഹൌസ് എടുക്കുന്ന പല തീരുമാനങ്ങളും പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാൻ സൈനിക നേതൃത്വം എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് അഡ്മിറൽ കൂപ്പറിന്റെ മറുപടികൾ. കൃത്യമായ രാഷ്ട്രീയ നിർദ്ദേശങ്ങളുടെ അഭാവം കപ്പലുകളുടെ വിന്യാസത്തെയും പ്രതിരോധ തന്ത്രങ്ങളെയും ബാധിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന സെനറ്ററുടെ വാദം ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള എതിർചേരിയിലെ രാജ്യങ്ങൾക്ക് വലിയൊരു ആയുധമായി മാറും. ഐക്യരാഷ്ട്രസഭയുടെ അനുമതിയില്ലാതെ മറ്റ് രാജ്യങ്ങളുടെ തുറമുഖങ്ങൾ ഉപരോധിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ഈ രാജ്യങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ അമേരിക്കൻ സെനറ്റിനുള്ളിൽ നിന്ന് തന്നെ ഇതേ വിമർശനം ഉയർന്നത് വാഷിംഗ്ടണിന്റെ ആഗോള പ്രതിച്ഛായയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ വരാനിരിക്കുന്ന വിദേശ സന്ദർശനങ്ങളെയും ചർച്ചകളെയും ഈ ആഭ്യന്തര തർക്കങ്ങൾ സാരമായി ബാധിച്ചേക്കാം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഇറാൻ വിഷയത്തിൽ ചർച്ച നടത്തുമ്പോൾ സ്വന്തം നാട്ടിൽ ഉയർന്നു വരുന്ന ഈ കടുത്ത ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ട്രംപ് നിർബന്ധിതനാകും. ഭരണകൂടത്തിനുള്ളിൽ തന്നെ ഐക്യമില്ലെന്ന സന്ദേശം ചൈനയെ പോലുള്ള രാജ്യങ്ങൾക്ക് ചർച്ചകളിൽ മേൽക്കൈ നൽകാൻ കാരണമാകും. പെന്റഗണിന്റെ ഭാഗത്തു നിന്നും കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നതാണ് തങ്ങളുടെ പ്രാഥമിക ദൗത്യമെന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തമ്മി ഡൊക്കർത്തിനെ പോലുള്ള മുതിർന്ന സെനറ്റർമാർ അത് വിശ്വസിക്കാൻ തയ്യാറല്ല. സാമ്പത്തിക ഉപരോധങ്ങളിലൂടെ ഇറാനെ ശ്വാസം മുട്ടിക്കാനും അതുവഴി അവിടുത്തെ ഭരണകൂടത്തെ തകർക്കാനുമാണ് ട്രംപ് ഭരണകൂടം രഹസ്യമായി ശ്രമിക്കുന്നത് എന്നവർ കരുതുന്നു. ഈ സെനറ്റ് ഹിയറിംഗിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആഗോളതലത്തിലും വലിയ ചർച്ചകൾ ആരംഭിച്ചു. അമേരിക്കയുടെ ഇറാൻ നയത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. പ്രതിരോധ ആവശ്യങ്ങൾക്കായി വൻതോതിൽ പണം ചെലവഴിക്കുമ്പോഴും അതിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ലാത്തത് അമേരിക്കൻ നികുതിദായകരോടുള്ള അനീതിയാണെന്ന വിമർശനവും ശക്തമാണ്. വരും ദിവസങ്ങളിൽ വൈറ്റ് ഹൌസും പെന്റഗണും ഈ ചോദ്യങ്ങൾക്ക് ഔദ്യോഗികമായി മറുപടി നൽകാൻ ബാധ്യസ്ഥരാണ്. സെനറ്ററുടെ ചോദ്യങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങളിലും വലിയ പ്രാധാന്യത്തോടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്.
ഇറാനുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ സൈനിക നീക്കങ്ങൾക്കപ്പുറം നയതന്ത്ര ചർച്ചകൾക്ക് അമേരിക്ക പ്രാധാന്യം നൽകണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. കൺഫ്യൂഷനുകൾ നിറഞ്ഞ ഈ അന്തരീക്ഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് അമേരിക്കയുടെ ആഗോള നയതന്ത്ര തകർച്ചയ്ക്ക് കാരണമാകും. വൻ ശക്തികളുടെ തീരുമാനങ്ങൾ പലപ്പോഴും എത്രമാത്രം അപ്രായോഗികവും അപകടകരവുമാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. ഒരു കൃത്യമായ ലക്ഷ്യമോ സ്ട്രാറ്റജിയോ ഇല്ലാതെ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് വലിയൊരു ദുരന്തത്തിനാവും വഴി തുറക്കുക. സെനറ്റർ തമ്മി ഡൊക്വർത്ത് ഉയർത്തിയ ചോദ്യങ്ങൾ കേവലം ഒരു രാഷ്ട്രീയ തർക്കമല്ല, മറിച്ച് ലോക സമാധാനത്തെ ബാധിക്കുന്ന അതീവ ഗൗരവമുള്ള ഒന്നാണ്. അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ ഇറാൻ നയം പുനഃപരിശോധിക്കുമോ എന്ന് വരും ആഴ്ചകളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു.